എറണാകുളം കലൂരിലെ ഇടശ്ശേരി ബാറിലെ വെടിവെപ്പിന്റെ ദൃശ്യങ്ങൾ 24-ന്. പ്രതികൾ കാറിൽ നിന്ന് തോക്കുയർത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിഷ്ണു സുരേഷ് ചെയ്യുന്നു. വിഷ്ണു, 4 അംഗ സംഘമാണെന്ന് മനസ്സിലാക്കുന്നു. പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോഴും ഊർജിതമാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സുഹേല, നേരത്തെ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അതായത് 5 പേരാണോ 4 പേരാണോ ഈ കാറിൽ ഉണ്ടായിരുന്നതെന്ന് മാനേജർ ജിതിൻ പറഞ്ഞതനുസരിച്ച് 5 പേരെന്നാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 4 പേർ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ്. 4 പേരിൽ ഒരാൾ തോക്കുതിർക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രതികളിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാഹനം ഇവർ റെന്റിന് എടുത്തതാണെന്ന് മനസ്സിലാക്കുന്നു. ആ വാഹനം റെന്റിന് നൽകിയ ആൾ ഉൾപ്പെടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ഇന്നോ നാളെയോ ആയി അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇടശ്ശേരി ബാറിൽ എത്തിയ 4 അംഗ സംഘം അവിടുത്തെ ബാർ ജീവനക്കാരായ 2 പേരെ വെടിവെച്ചത്. അത് എയർ പിസ്റ്റളാണ് എന്ന ആദ്യഘട്ടത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നെങ്കിലും അതങ്ങനെയല്ല, ഒരു കൈത്തോക്കാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ബാലിസ്റ്റിക് സംഘം അവിടെ എത്തി വിശദമായ പരിശോധന നടത്തി ഈ ബുള്ളറ്റിന്റെ അവശിഷ്ടം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. 4 പ്രതികളിലേക്ക് മാരകായുധങ്ങൾ കൈവച്ചു. അതോടൊപ്പം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇവരെ ഉടൻ പിടികൂടാനാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇവരെ കൂടുതൽ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇവര് മുൻപ് നാർക്കോട്ടിക് കേസിൽ ഉൾപ്പെടെ പിടിയിലായ പ്രതികളാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവർ എത്തിയ കാർ ഇന്ന് രാവിലെ പോലീസ് മൂവാറ്റുപുഴ മുടവൂരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളിലേക്ക് ഉടൻ എത്തുമെന്നാണ് സൂചന. സുഹൈൽ. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതികൾക്കായുള്ള അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുകയാണ്.